നല്ലൊരു അക്കാഡമി തുടങ്ങാനുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഗവൺമെൻറ്റോട് സഹായിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ നടത്തും. നല്ലൊരു അക്കാഡമി എന്ന് വെച്ചാൽ അക്കാഡമികൾ കുറേ ഉണ്ട്. പക്ഷേ എൻ്റേന്ന് പറഞ്ഞ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നല്ല ഈ ഒരു പ്രൊഫഷണൽ അക്കാഡമി, ഒരു അവിടെ നിന്ന് പഠിക്കുക പിള്ളേർ. അല്ലാണ്ട് ആഴ്ചയിൽ 3 ദിവസം ക്യാമ്പോ അങ്ങനെയല്ല, ഡെയിലി ക്യാമ്പ് കൊടുത്ത് പഠിക്കാനുള്ള അവസരവും കുട്ടികൾക്ക് സ്റ്റേ ചെയ്യാനുള്ള ഹോസ്റ്റലും അതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. ദൈവമേ ഇല്ല. MSP എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സംസാരിച്ച പോലെ തന്നെ എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞാൽ പോലീസാണ്. പക്ഷേ MSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും കൽക്കട്ടയാണ് ഫുട്ബോളിലെ മയക്ക. ഞാൻ പറയാം എപ്പോഴും മലബാറാണ്, പ്രത്യേകിച്ച് മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അവിടുന്ന് ഒരു ഫുട്ബോൾ പ്ലെയർ എന്നുള്ള എനിക്ക് പോലീസ് ജീവിതത്തിൽ റിട്ടയർ ചെയ്ത് പോണത് MSP തന്നെ മലപ്പുറത്ത് നിന്നായത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കാണണം. പക്ഷെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത, ഞാൻ അവരുടെ കൂടെ കമാൻഡ്മാരെ വർക്ക് ചെയ്ത എല്ലാവരും എൻ്റെ കൂടെ എന്ന് വെച്ചാൽ ഒരു ഫുട്ബോൾ പ്ലെയറിനെ എങ്ങനെ സ്നേഹിക്കുക, എങ്ങനെ കെയർ ചെയ്യണം. കാരണം ഇവരൊക്കെ മലപ്പുറത്തുള്ളവരാണ്. ഷാഫ് സാറായാലും രാജു സാറായാലും ഇവരൊക്കെ സാറ് ഇവിടെയാണ് മലപ്പുറത്ത്. അവരൊക്കെ ഫുട്ബോളിനെ കുറിച്ച് കുറേ അറിയുന്നതാണ്. അതുകൊണ്ട് എന്നെ ഭയങ്കര കെയർ ചെയ്യാറുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ ഇവിടെ വന്നപ്പോൾ അബി, രാജേഷ്, കുഞ്ഞുമോ ഒക്കെ സ്പോർട്സുകാരാണ്. അതന്നെ ഞങ്ങളുടെ വലിയൊരു ഭാഗ്യമാണ്. പക്ഷേ നമ്മുടെ സ്പോർട്സുകാരുടെ ഒരു ഒത്തൊരുമ എന്ന് പറഞ്ഞാൽ വലിയൊരു ഒത്തൊരുമയും അത് ഫാമിലി ആയിട്ടായാലും വലിയ. അപ്പോൾ 28-ാം തീയതി, ഇപ്പോൾ ലാസ്റ്റ് 28-ാം തീയതി ഇവിടെ കളിയുണ്ട്. അപ്പോൾ എൻ്റെ പഴയ പ്ലേയേഴ്സ് തന്നെ കേരള പോലീസിലെ പഴയ പ്ലേയേഴ്സും ഞങ്ങളായിട്ട് മലപ്പുറത്തൊരു മാച്ച് വയ്ക്കുന്നുണ്ട്. അതാണ് ലാസ്റ്റ് പരിപാടി. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വരാം. അപ്പോൾ അവിടെ കാണാം.